ഹായ് ഫ്രണ്ട്സ്, മിന്നാമിന്നി മിന്നുവിലേക്ക് സ്വാഗതം. സ്കൂള് തുറക്കാൻ പോവുകയല്ലേ. കുട്ടികൾക്ക് സ്കൂളിലേക്ക് ആവശ്യമുള്ള ബുക്കും മറ്റ് സാധനങ്ങളും വാങ്ങാമെന്ന് കരുതിയാണ് ഞങ്ങളിന്ന് ഈ കടയിലേക്ക് വന്നത്. കുറേ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. എന്തൊക്കെ വാങ്ങണമെന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷനായി. പിന്നെ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ. ആദ്യം ബുക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്ക് ബുക്കിൻ്റെ ഫ്രണ്ടിലെ പടം നോക്കി എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവർ ബഹളമായിരുന്നു. ഒരാൾക്ക് കാർട്ടൂണിൻ്റെ പടം വേണമെന്നും പറഞ്ഞും മറ്റൊരാൾക്ക് നല്ല സീനറി വേണമെന്നും പറഞ്ഞായിരുന്നു അവരുടെ തർക്കം. അങ്ങനെയൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതൊക്കെ നോക്കിക്കൊണ്ട് നിന്നാൽ രാത്രിയായാലും ഇവിടുന്ന് പോകാനൊക്കില്ലെന്ന് എനിക്കറിയാം. ഇത്രയും കെട്ടായിട്ട് കിടക്കുന്ന ബുക്കിനകത്തു നിന്നും എവിടുന്നാണ് ഇതൊക്കെ നോക്കിയെടുക്കുന്നത്? അവസാനം കടയിലെ സ്റ്റാഫ് എടുത്തു തരുന്ന ബുക്ക് കൊണ്ട് തൃപ്തിപ്പെടാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം നോക്കി കണ്ണുരുട്ടി. അങ്ങനെ 25 ബുക്ക് വാങ്ങിച്ചു. മൂത്ത ആളുടെ ബുക്കുകളെല്ലാം അവർ ഭംഗിയായിട്ട് സൂക്ഷിക്കും. ഇളയാൾ അങ്ങനല്ല കേട്ടോ. ഈ ബുക്കുകളൊന്നും അവർക്ക് തികയത്തേയില്ല. പഠിക്കാനായിട്ട് എടുക്കുന്ന ബുക്കുകളെല്ലാം എടുത്ത് പടം വരച്ച് കുത്തി വരച്ചെടുത്ത് ദൂരെ കളയും. പിന്നെ എൻ്റെ ബുക്കെല്ലാം തീർന്നേന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് മൂത്തയാളുടെ ബുക്ക് എടുക്കാൻ ചെല്ലും. അവർ കൊടുക്കുവോ? അതുമില്ല. പിന്നെ തല്ലും ബഹളവും അടിയാകും. അവസാനം മൂത്തയാളുടെ കയ്യിൽ നിന്നും എഴുതാത്തൊരു ബുക്ക് വാങ്ങിച്ചു കൊടുത്ത് ആ പ്രശ്നം അങ്ങ് പരിഹരിച്ച് വിടും. അടുത്തത്, ഇളയാൾക്ക് ബുക്ക് പെൻസിൽ വേണമെന്നും പറഞ്ഞ് ബഹളം. ഒരു പെൻസിൽ ഒറ്റ ദിവസത്തിനേ അയാൾക്ക് തികയുകയുള്ളൂ. മൂത്തയാൾക്ക് അങ്ങനെയല്ല കേട്ടോ. അവർ ഒരു പെൻസിൽ ഒരു വർഷം വരെ കൊണ്ടുപോകാൻ ശ്രമിക്കും. ഇളയാളാട്ടെ കയ്യിൽ കട്ടറും പെൻസിലും കിട്ടിയാൽ പിന്നെ പെൻസിലിൻ്റെ മുന കൂർത്ത രീതിയിൽ വെട്ടിയെടുക്കാനുള്ള ധൃതിയാണ്. സ്കൂളിൽ പോകുമ്പോൾ വലിയ പെൻസിലാണ് കൊടുത്തു വിടുന്നത്. എന്നാൽ അടുത്ത ദിവസം ആകുമ്പോൾ പറയും, എനിക്ക് പെൻസിൽ ഇല്ല, എൻ്റെ പെൻസിൽ അങ്ങ് തീർന്നു പോയെന്ന്. എനിക്കിനിയും പെൻസിൽ വേണമെന്ന് പറയും. ഇന്നലെ കൊണ്ടുപോയത് എന്തിയെന്ന് ഞാൻ ചോദിക്കുമ്പം എടുത്തുകൊണ്ട് വന്ന് കാണിക്കും ഒരു ചെറിയ കഷണം പെൻസിൽ. ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം പറയും, ഇത് നല്ല മുനയുണ്ടാക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കിയതാന്ന്. ഇളയാൾക്ക് ഇനി സ്കെച്ച് വേണം. നല്ല തരം സ്കെച്ച് തന്നെ ആൾ തിരഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയാവോ? വീട്ടിൽ കൊണ്ടു ചെന്ന് ഇതെല്ലാം ഊരി എടുത്തിട്ട് അതിലെ മഷിയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വേറെ കളർ എങ്ങനെ അതിനകത്ത് നിറയ്ക്കാമെന്നുള്ള പരീക്ഷണത്തിന് വേണ്ടിയാണ് അങ്ങനെ നോക്കുന്നത്. അത് കണ്ട് ഞാൻ പറഞ്ഞു, പരീക്ഷണത്തിന് ഇവിടുന്ന് സ്കെച്ചൊന്നും മേടിച്ചുകൊണ്ട് പോകണ്ട. മൂത്തയാൾക്ക് ഫാബ്രിക് പെയിൻറ്റ് വേണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അത് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കുഴപ്പമില്ല, നല്ലതുപോലെ സൂക്ഷിച്ചോളൂ. ഉടനെ ബോക്സിൻ്റെ കളക്ഷൻ കണ്ടു. അപ്പോൾ ഇളയാൾ, എനിക്ക് സ്കെച്ച് വാങ്ങി തന്നില്ലല്ലോ, എന്നാൽ എനിക്ക് ബോക്സ് വാങ്ങി തന്നാൽ മതിയെന്ന്. 4ാം ക്ലാസ്സിലായതല്ലേ ഉള്ളൂ, ഇപ്പോഴേ എന്തിനാ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എന്ന് ഞാൻ ചോദിച്ചു. ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഒന്നും ഇല്ലാതെ എനിക്ക് കണക്കൊന്നും പഠിക്കാൻ പറ്റത്തില്ലെന്നാണ് അവരുടെ അഭിപ്രായം. എന്നാൽ പിന്നെ നല്ലതുപോലെ അങ്ങ് കണക്ക് പഠിച്ചോട്ടെന്ന് വിചാരിച്ച് ഒരു ബോക്സ് എടുത്തു. അത് തുറന്ന് നോക്കിയിട്ട് അവർ പറയുക, അവരുദ്ദേശിച്ച സാധനമൊന്നും ഇതിലില്ലെന്ന്. ഞങ്ങൾ തുറന്നു നോക്കിയപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലുള്ള എല്ലാ സാധനങ്ങളും അതിനകത്ത് തന്നെയുണ്ട്. പിന്നെ എന്തുവാ ഞങ്ങൾ ഇതിനകത്തില്ലാത്തതെന്ന് ഞങ്ങൾ ചോദിച്ചു. വേറെ എടുക്കാമെന്നും പറഞ്ഞ് അതങ്ങ് കൊണ്ടുവച്ചു. ഇളയാൾക്ക് ഫാബ്രിക് പെയിൻറ്റ് വേണമെന്നും പറഞ്ഞ് അതെടുത്ത് ചെറിയ ബോക്സ് വേണ്ട, വലിയ ബോക്സിലെ മതിയെന്ന് പറഞ്ഞായിരുന്നു അവരുടെ അഭിപ്രായം. അങ്ങനൊന്നും വേണ്ട, രണ്ടുപേരും കൂടി ഒരു ബോക്സിലെ കളർ എടുത്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ച് വിട്ടു. പിന്നെ ഓരോന്നും നോക്കിക്കൊണ്ട് നടന്നപ്പോൾ വേറെ ബുക്ക് പെൻസിൽ കണ്ടു. ഇത് കൊള്ളാം, ഇത് നല്ല പെൻസിലാണെന്നാണ് ഇളയാളുടെ അഭിപ്രായം. ഇതാകുമ്പോൾ എത്ര വെട്ടിയാലും മുന ഒടിഞ്ഞു പോകത്തില്ലെന്നാണ്. എന്നാൽ പിന്നെ അതെടുത്തോളാൻ ഞങ്ങൾ പറഞ്ഞു. അന്നേരം പറയോ, ബുക്ക് പെൻസിൽ വേണ്ട, കളർ പെൻസിൽ മതിയെന്ന്. കളർ പെൻസിൽ കൊണ്ട് എഴുതിയാൽ എന്തോ കുഴപ്പം, അതാകുമ്പം വെറൈറ്റി ആണല്ലോ എന്നാണ് അവരുടെ അഭിപ്രായം. എന്നിട്ടും പ്രശ്നം തീരുന്നില്ല. ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് മാറ്റി വെച്ചല്ലോ, പകരം വേറെ എടുക്കണമല്ലോ. ഇളയാൾ എന്നെ നോക്കി. പിന്നെ രണ്ടുപേരും കൂടെ വേറെ എടുക്കാൻ തുടങ്ങി. രണ്ടുപേരും കൂടി തുറന്നു നോക്കി. എന്തായാലും ഈ ബോക്സിൽ ഇളയാൾ ഉദ്ദേശിച്ചതെല്ലാം ഉണ്ടെന്ന് മൂത്താളോട് പറഞ്ഞു. കളറും ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, എന്നാൽ അതങ്ങ് എടുത്തോ. പിന്നെയും കൺഫ്യൂഷൻ. 2 ബോക്സും കൂടെ തുറന്നു നോക്കി. കൊള്ളാം, 2 ബോക്സും കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞു. നല്ലതാ 2 ബോക്സും, ഇതിൽ ഏതെടുത്താലും കൊള്ളാമെന്ന് പറഞ്ഞു. അവസാനം ഒരു തീരുമാനത്തിലെത്തി. ആദ്യം എടുത്ത് തന്നെ എടുത്ത്. വീട്ടിൽ ചെല്ലുമ്പോൾ ഇനിയും പ്രശ്നമാവും.
ഇത് കടയായതുകൊണ്ട് പ്രശ്നമില്ലാതെ നിൽക്കുന്നു. കാരണം മൂത്ത ആൾ +1 പഠിക്കുന്നുണ്ട്. അയാൾക്കായിരിക്കുമല്ലോ കൂടുതൽ ബുക്കുകൾ കൊടുക്കുന്നത്. ഇളയാൾക്ക് 6 ബുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. പറ്റത്തില്ല, 2 പേരും പഠിക്കാനാണല്ലോ പോകുന്നത്. 2 പേർക്കും തുല്യമായിട്ട് വീതിച്ചാൽ മതി. 4ാം ക്ലാസ് ആയാലും +1 ആയാലും എല്ലാവരും പഠിക്കാനില്ലയോ പോകുന്നതെന്നാണ് ഇളയാൾ പറയുന്നത്. ശരിയാണെന്ന് ഞങ്ങളും വിചാരിച്ചു. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു.